ജമ്മു ആൻഡ് കാശ്മീരിലെ റൈസി ടെറർ അറ്റാക്കിൽ കഴിഞ്ഞ ദിവസം ഒരാളെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് 45 വയസ്സുകാരനായ ഹക്കം ദിനി എന്ന ഭീകരവാദിയാണ്. ഇയാൾ പക്ഷേ സൂത്രധാരനൊന്നുമല്ല, പക്ഷേ ആക്രമണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ്. ഇവിടെ പോലീസ് പറയുന്നതനുസരിച്ച് രജോറി നിവാസിയായ ഇയാൾ തീവ്രവാദികൾക്ക് ഒന്നിലധികം തവണ അഭയം നൽകുകയും അതുപോലെ തന്നെ ഭക്ഷണവും പാർപ്പിടവും നൽകുകയും അവർക്ക് വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭീകരവാദി എന്ന് തന്നെ പറയുന്നത്. മാത്രമല്ല, ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വരെ ഇവരെ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ മാപ്പ് അനുസരിച്ച് ഇപ്പൊ ജമ്മുവിന്റെ തൊട്ടു മുകളിൽ കിടക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് ഈ റൈസി എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഡിസ്ട്രിക്റ്റാണ് ഈ രജോറി. അവിടെയാണ് ഇപ്പൊ ഈ തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നത്. ഈ തീവ്രവാദികളെ സഹായിച്ച ഈ ഹക്കമിന് അവർ കൊടുത്തത് 6000 രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിച്ചത്. ഭീകരവാദിക്ക് ലഭിച്ചത് ഒന്ന് ഓർക്കണം. 6000 രൂപയ്ക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ ചെയ്ത് എത്ര വലിയ ക്രൂരകൃത്യത്തിനാണ് കൂട്ടുനിന്നതെന്നാണ്. ഇപ്പൊ നുഴഞ്ഞു കയറിയ ഭീകരവാദികളെയാണ് സഹായിച്ചിരിക്കുന്നത്. അവിടെ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഹക്കം എന്ന് പറയുന്ന വ്യക്തി ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കൃത്യം നടന്നതിന് ശേഷം ഈ ഭീകരവാദികളെ പുറത്തേക്ക് നയിച്ചതും ഇയാൾ തന്നെയാണ്. ഇപ്പോൾ പോലീസ് പറയുന്നത് പ്രകാരം പല സന്ദർഭങ്ങളിലും ഭീകരർ അയാളുടെ വീട് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യം നടത്തുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ ഈ ഭീകരർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. പണത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് പ്രദേശവാസികളിൽ പലരും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സഹായിക്കുന്നതുമൊക്കെ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 150ഓളം പേരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തീവ്രവാദികളെ കുറിച്ച് വിവരം അറിയുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് പാരിതോഷികമായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും. ജമ്മു ആൻഡ് കാശ്മീരിൽ സാധാരണക്കാരായിട്ട് ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പൊ കാശ്മീരിൽ കൂടുതലായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണുള്ളത്. അവർക്ക് 6000 രൂപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചെടുത്ത്. ഇപ്പൊ തീവ്രവാദികൾ തമ്പടിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ അവിടെയുള്ള പ്രദേശവാസികളെ ഈ തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു, നിർബന്ധിച്ച് അവരുടെ വീടുകളിൽ ഇടം കണ്ടെത്തുകയാണ് ചെയ്യാറ്. പലരും കുടുംബത്തോടെ തോക്കിൻ മുനയിൽ നിൽക്കുന്നുകൊണ്ട് ഇവർക്ക് ഭക്ഷണവും താമസ സൗകര്യങ്ങളും നൽകുന്നുണ്ട്. അപ്പം മറ്റു ചിലരാണെങ്കിൽ പണത്തിന് വേണ്ടി ദേശത്തെ ഒറ്റുന്നവരുമാണ്. ഇപ്പം ഭീകരവാദികളെ സഹായിക്കുന്നു ജമ്മു ആൻഡ് കാശ്മീർക്കാർ ആദ്യമായിട്ടൊന്നും അല്ല ഇത്. അവിടങ്ങളിൽ നടക്കുന്ന സ്ഥിരം കാഴ്ച തന്നെയാണ് തീവ്രവാദികളെ വളം വെച്ച് കൊടുക്കുന്നതും അവർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള പ്രദേശവാസികളാണ്. ഇപ്പം ആർട്ടിക്കിൾ 370 ഏർപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു തീവ്രവാദം ക്രമാതീതമായി കുറഞ്ഞിരുന്നു. ഇപ്പം 2024 ജൂൺ 9 പ്രധാനമന്ത്രി തുടർച്ചയായിട്ട് 3-ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുമ്പോൾ ആ ഒരു ദിവസമാണ് രാജ്യത്തെ നടക്കിയ ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഇപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിന്റെ അഭിപ്രായത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ മൊത്തത്തിൽ 58.58% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ തീവ്രവാദത്തിന്റെ കേന്ദ്രമായ കാശ്മീർ താഴ്വരയിൽ 51.5%. ഇങ്ങനെയൊരു കണക്ക് ശതാബ്ദങ്ങളിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ രാഷ്ട്രീയക്കാരെ കർശനമായിട്ട് തടയുന്നതിന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഈ തീവ്രവാദികളെ അഴിച്ചുവിടുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ അഴിച്ചുവിടുന്ന തീവ്രവാദികൾ ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രദേശവാസികളുമായി ഭീഷണിപ്പെടുത്തിയുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ പണം കൊടുത്ത് അവരെ വശീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ കണ്ടുവരുന്ന ഒന്നാണ്. ഇത്തരത്തിൽ രാജ്യദ്രോഹം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് എതിരെ ആണ് ആദ്യം ആക്ഷൻ എടുക്കേണ്ടത്. തീവ്രവാദം അഴിച്ചുവിടുന്ന പാകിസ്ഥാൻ സർക്കാരിന് ഇന്ത്യ ഉടനടി ഒരു താക്കീത് നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ പ്രതികാരം പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമാകും. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അത് താറുമാറായി കിടക്കുകയാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യയെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് വലിയൊരു നാശം തന്നെ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രദേശവാസികൾക്ക് വലിയ വിപത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇത് ചെറുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.